നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 1921 മലബാർ കലാപവും കൂട്ടക്കൊലയൊക്കെ നമുക്കറിയാം. പലരും പല രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് നടന്ന് അതാദ്യം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ലഹളയായി, പിന്നീട് കണ്ണിക്കണ്ടവരെല്ലാം കൊല്ലുന്ന രീതിയിലായി, അമുസ്ലിങ്ങളെയൊക്കെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന രീതിയിലൊക്കെ ആയി എന്നാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. പിന്നീട് കുറേ പോയപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് കുഴപ്പമാവുമെന്ന് മനസ്സിലാക്കിയ ആരോ അതൊരു കാർഷിക സമരമാക്കി, ജന്മിമാർക്കെതിരെയുള്ള ലഹളയാക്കി, കലാപമാക്കിയൊക്കെ പല രീതിയിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം അതിന് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊരു പേര് അതിനുണ്ടായിരുന്നു. ഖിലാഫത്ത് എന്ന ഒരു സംഗതി നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയല്ല. കാരണം ഖിലാഫത്ത് എന്നൊരു വാക്ക് ഇവിടുത്തെ ഒരു ഭാഷയിലുമില്ല. ഖലീഫ എന്ന വാക്കിൽ നിന്നാണ് ഖിലാഫത്ത് കൂടി വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം 1921, അതായത് ആ വർഷം തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടു, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അപ്പോൾ അതിനെ തുടർന്ന് ലോകമാകെ മുസ്ലിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ അതിനെതിരെ ഒരു സംഘടനയുണ്ടാക്കി. അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അത് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കീഴിലായതിനാൽ തുടക്ക സമയത്ത് തെറ്റിദ്ധരിച്ച് സ്വാതന്ത്ര്യ സേനാനികളും ഒരുപക്ഷെ തുടക്ക സമയത്ത് മഹാത്മാഗാന്ധി പോലും ഇതിനെ പിന്തുണച്ചിരുന്നു. പിന്നീട് അദ്ദേഹം അതിനെ തള്ളിപ്പറഞ്ഞു, അത് ചരിത്രം. പക്ഷേ തുടക്ക സമയത്ത് ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ ആയതിനാൽ ആ കൂടെ നിന്നു. പക്ഷേ പോകെ ഇതിൻ്റെ നിറം മാറി തദ്ദേശീയരായിട്ടുള്ള ആളുകളെ തന്നെ കൊന്നു. അവിടെ നമുക്കറിയാം ഒരു കിണറും മറ്റുമൊക്കെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല, എൻ്റെ വിഷയം അതുമല്ല. അപ്പോൾ 1921 ഖലീഫ ബ്രിട്ടീഷുകാരാൽ പുറത്താക്കപ്പെട്ടു. പക്ഷേ തുർക്കിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അതായത് ഇവിടെ ഉള്ളവരുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അവിടെ ഇല്ല, ഉള്ള പച്ചയ്ക്ക് പറഞ്ഞാൽ ആകെ ഇവരുടെ ബന്ധം മതപരമായിട്ട് മാത്രമാണ്. ഒരു മതം എന്ന ആ ഒരു സംഗതി മാത്രമാണ് തുർക്കിയായിട്ടുള്ള ബന്ധം. അല്ലാതെ ഒരു തുർക്കിക്കാരനെ അന്നത്തെ മലബാറിലുള്ള ഒരു മുസ്ലിം കണ്ടിട്ട് പോലുമില്ല. ഒരു പക്ഷേ മരണം വരെയും കണ്ടിരിക്കാൻ യാതൊരു വഴിയുമില്ല. പക്ഷേ അവൻ്റെ മതമാണ്, സ്വന്തം മതമാണ് എന്ന ഒരൊറ്റ പോയിന്റിൽ വെച്ചിട്ടാണ് അവരൊരു സംഘടന രൂപീകരിച്ചു. പിന്നീട് അത് ഏത് രീതിയിൽ കലാശിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് അറിയാവുന്ന ചരിത്രമായതിനാൽ ഞാൻ അത് അവിടെ വെച്ച് നിർത്തുന്നു. ഇനി ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യം, ലോകത്തിലെ ഏക ഹൈന്ദവ രാജ്യമായിരുന്നു. നമുക്കറിയാവുന്ന പോലെ 2001 വരെ അത് ഹിന്ദു രാജ്യമായിരുന്നു, നേപ്പാൾ. ആ നേപ്പാളിൽ ഹിന്ദു രാജ്യമായിട്ട് നമുക്കറിയാവുന്ന പോലെ, അല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ തന്നെ പറയുക, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ ഹിന്ദു രാജ്യം മറ്റേതെങ്കിലും മതസ്ഥർക്ക് മേൽ അവരെന്തെങ്കിലും പീഡനം നടത്തുകയോ അക്രമം നടത്തുകയോ മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുകയോ ചെയ്ത കഥകൾ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. കാരണം ആകെ കാണിക്കാനുണ്ടായിരുന്ന ഏക ഹിന്ദു രാഷ്ട്രം അത് നേപ്പാളായിരുന്നു. നേപ്പാൾ വളരെ സമാധാനപരമായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ ആളുകൾ പോലും ആ കാലം തിരിച്ചു വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വരെ അവർ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പഴയ രാജഭരണമായിരുന്നു, ഹിന്ദു രാഷ്ട്രമായിരുന്നു നല്ലതെന്ന് പറയുന്നു. ശരി, ഞാൻ പറയാൻ വരുന്നത് അതുമല്ല. 2001 ജൂൺ 1 നേപ്പാൾ കുടുംബത്തിൻ്റെ കൂട്ടക്കൊല അരങ്ങേറിയത്. എന്നുവെച്ചാൽ അവരുടെ ഭക്ഷണ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ, അങ്ങനെ തന്നെ പറയണം, മാവോയിസത്തിനെയും അതുപോലെ തന്നെ ഈ നക്സൽ ടീമുകളെയൊക്കെ നമ്മൾ ഭീകരവാദികളുടെ കൂട്ടത്തിൽ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ മാവോവാദികളാണ് ഈ കൂട്ടക്കൊല നടത്തുകയും പിന്നീട് അധികാരം പിടിക്കുകയൊക്കെ ചെയ്തത്. ഒന്ന് ഓർത്തു നോക്കിയേ, ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമാണ് നേപ്പാൾ. ആ നേപ്പാളിലെ ഹിന്ദു രാജാവിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10 പേരെയും അടക്കം കൂട്ടക്കൊല ചെയ്തു. പിന്നീട് ഭരണമൊക്കെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളാണ് പിടിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള ഹിന്ദു ഭൂരിപക്ഷമുള്ള ഹിന്ദു രാഷ്ട്രമായ അവിടുത്തെ രാജാവിനെയൊക്കെ ഇങ്ങനെ കൊല ചെയ്തിട്ട് പോലും 100 കോടിക്ക് മുകളിൽ ഹിന്ദുക്കൾ ജീവിക്കുന്ന ഇന്ത്യയിൽ അതിനെതിരെ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചിരുന്നോ? ഓർത്തു പറഞ്ഞാൽ മതി. എത്ര സമയമെടുത്ത് ഓർത്തു പറഞ്ഞാൽ മതി. നിങ്ങളുടെ അറിവിൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. അപ്പോൾ മതം നോക്കി ഇവിടെ ഏതെങ്കിലും ഹിന്ദു പ്രതികരിച്ചിരുന്നോ എന്ന് നിങ്ങൾ ഇനിയൊന്ന് ചിന്തിക്കൂ. തൊട്ടയൽ രാജ്യമാണ്, ഏതാണ്ട് സമാനമായിട്ടുള്ള സംസ്കാരം. അവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ഭൂരിപക്ഷ ജനങ്ങളും ആരാധിക്കുന്നതും ഒരേ ദൈവങ്ങളെ തന്നെ, ഏതാണ്ട് സംസ്കാരവും ഏതാണ്ട് ഒരേപോലെ തന്നെ. എന്നിട്ടും അവിടെ രാജാവിനെയും രാജാവിൻ്റെ കുടുംബത്തെയും ഈ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ കൊന്നു തള്ളിയിട്ട് ഇവിടെ എണ്ണം വെച്ച് നോക്കിയാൽ ഹിന്ദുക്കളുടെ തുലവും കുറവാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു. ഒരു ലഹള നടത്തി, ഒരു കലാപം നടത്തിയാൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പൊടി പോലും കാണില്ലായിരുന്നു. എന്നിട്ടും മതം നോക്കി ആരെങ്കിലും പ്രതികരിച്ചിരുന്നു? 2001 വർഷം എന്ന് പറയുമ്പോൾ
വാജ്പേയിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇന്ത്യ BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഹിന്ദു രാജ്യത്തെ ഹിന്ദു രാജാവിനെയും കുടുംബത്തിനെയും കൊന്നു തള്ളിയിട്ട് പോലും ഇവിടെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോലും അതിനെതിരെ ഒരു പ്രതിഷേധമുണ്ടായില്ല. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത്? ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും മതം നോക്കി ആയിരുന്നില്ല പ്രതികരിച്ചിരുന്നത്. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 1921 എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള തുർക്കിയിലെ ഖലീഫേനെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയതിന് ഇവിടെ ജീവൻ കൊടുക്കേണ്ടി വന്നത്. ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുമാണ്. ആരാണ് മതം നോക്കി പ്രതികരിച്ചത്? മതം നോക്കി പ്രതികരിക്കുന്നവൻ്റെ മുഖത്ത് നോക്കി തുപ്പണം. ഇത് മുമ്പൊക്കെ സോഷ്യൽ മീഡിയയെ ഓടിക്കൊണ്ടിരുന്ന വാചകമാണ്. ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോഴാണ് ആരാണ് യഥാർത്ഥത്തിൽ മതം നോക്കി പ്രതികരിച്ചതെന്നും ആരുടെ മുഖത്താണ് തുപ്പേണ്ടിയിരുന്നതെന്നും തോന്നുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ഒരു ചാനലിലും ഒരു പത്രത്തിലും ഈ രണ്ടും കൂടെ ചേർത്തുള്ള ഒരു താരതമ്യം കേട്ടിട്ടേയില്ല, കേൾക്കാനിടയില്ല, ആരും പറയില്ല. തൊട്ടടുത്ത് നടന്ന സംഭവം പോലും അന്ന് മതം നോക്കി വിവാദമാക്കാനോ ഇതുപോലെ ഇന്നത്തെ കണക്ക് സോഷ്യൽ മീഡിയ വഴി വൈറലാക്കാനോ ഒന്നും ആരുമില്ലായിരുന്നു. ആരും അങ്ങനെ നോക്കില്ലായിരുന്നു. പക്ഷേ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള തുർക്കിയിൽ നടന്ന സംഭവത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സംഘടന രൂപീകരിക്കുകയും കലാപം ഉണ്ടാക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തു. മതം 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 ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കുറേ ആളുകൾ നല്ലവരുണ്ട്. ആ നല്ലവരെ വിചാരിച്ചിട്ട് ഇതേപോലുള്ള ആളുകളെ നമ്മൾ പറയാതിരുന്നാൽ അതൊരു ക്രൈമാണ്. പറയുക തന്നെ വേണം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.